ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീധരമേനോൻ്റെ കേരള ചരിത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കായലുകളെക്കുറിച്ച് നോക്കാം. നദികളെ കൂടാതെ സമുദ്രതീരത്തിന് സമാന്തരമായി കിടക്കുന്ന കായലുകളുടെയും തോടുകളുടെയും ഒരു ശൃംഖല തന്നെ കേരളത്തിലുണ്ട്. അരുവികളും നദികളും ഈ ജലാശയങ്ങൾ നിറയ്ക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ദക്ഷിണ ഉത്തര ഭാഗങ്ങൾക്കിടയിലുള്ള ഗതാഗതത്തിന് മിക്കവാറും സൗകര്യം നൽകുന്നവയാണ് ഈ കായലുകൾ. കുമ്പള, കൽനാട്, ബേക്കൽ, കവ്വായി തുടങ്ങിയവയാണ് ഉത്തര കേരളത്തിലെ കായലുകൾ. ആലപ്പുഴ തൊട്ട് കൊച്ചി വരെ 52 മൈൽ നീളത്തിൽ കിടക്കുന്ന വേമ്പനാട്ട് കായലിനാണ് കേരളത്തിലെ കായലുകളിൽ ഒന്നാം സ്ഥാനമുള്ളത്. അതിന് 79 ചതുരശ്ര മൈലിന് വിസ്തീർണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ തീരത്താണ് സുപ്രസിദ്ധമായ വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് നദികൾ കൂടാതെ സമുദ്രതീരത്തിന് സമാന്തരമായി കിടക്കുന്ന നിരവധി കായലുകളും തോടുകളും കേരളത്തിലുണ്ട്. അരുവികളും നദികളും ഈ ജലാശയങ്ങളെ നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ ദക്ഷിണ ഉത്തര ഭാഗങ്ങൾക്കിടയിലുള്ള ഗതാഗതത്തിന് സൗകര്യം നൽകുന്നവയാണ് ഈ കായലുകൾ. കുമ്പള, കൽനാട്, ബേക്കൽ, കവ്വായി തുടങ്ങിയവയാണ് ഉത്തര കേരളത്തിലെ കായലുകൾ. ആലപ്പുഴ തൊട്ട് കൊച്ചി വരെ 52 മൈൽ നീളത്തിൽ കിടക്കുന്ന വേമ്പനാട്ട് കായലിനാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന സ്ഥാനമുള്ളത്. 79 ചതുരശ്ര മൈലാണ് അതിൻ്റെ വിസ്തീർണം. അപ്പോൾ ഇതിൻ്റെ തീരത്താണ് സുപ്രസിദ്ധമായ വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. AD 1100 വടക്കുംകൂർ എന്നും തെക്കുംകൂർ എന്നും രണ്ടായി പിരിഞ്ഞ വെമ്പലിനാട് എന്ന പുരാതന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് വേമ്പനാട്ട് കായലിന് ആ പേര് കിട്ടിയിട്ടുള്ളത്. 19 മൈൽ നീളമുള്ള കായംകുളം കായലും 10 മൈൽ നീളമുള്ള അഷ്ടമുടി കായലുമാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ കായലുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോന്നിനും 20 ചതുരശ്ര മൈൽ മാത്രമാണ് വിസ്താരമുള്ളത്. അപ്പോൾ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഒരേ ഒരു ശുദ്ധജല തടാകം. 3 വശവും ഉയർന്ന കുന്നുകളുള്ള ഈ കായലിൻ്റെ ഒരു വശത്ത് മൺചിറയാണ്. 1.44 ചതുരശ്ര മൈൽ വിസ്തൃതിയുണ്ട് ഈ ശുദ്ധജല തടാകത്തിന്. ഇതിൻ്റെ തീരത്ത് ശ്രീരാമൻ പ്രതിഷ്ഠിച്ചെന്ന ഐതിഹ്യമുള്ള വിസ്തൃതമായിട്ടുള്ള ഒരു ശാസ്താ ക്ഷേത്രമുണ്ട്. കായലുകൾ ചില സ്ഥലങ്ങളിൽ അഴികൾ മുഖേന സമുദ്രവുമായിട്ട് ചേരുന്നുണ്ട്. അഴീക്കൽ അഥവാ വളപട്ടണം, ചേറ്റുവ, കൊടുങ്ങല്ലൂർ, കൊച്ചി, നീണ്ടകര ഇവയാണ് കേരളത്തിലെ അഴികൾ. ആലപ്പുഴ തൊട്ട് കൊച്ചി വരെ 52 മൈൽ നീളത്തിൽ കിടക്കുന്ന വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് പറഞ്ഞു. ഇതിന് 79 ചതുരശ്ര മൈൽ വിസ്താരമുണ്ട്. എന്നാൽ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് പറഞ്ഞത് 19 മൈൽ നീളമുള്ള കായംകുളം കായലും 10 മൈൽ മാത്രം നീളമുള്ള അഷ്ടമുടി കായലുമാണ്. ഇതിന് രണ്ടിനും 20 ചതുരശ്ര മൈൽ മാത്രമാണ് അതിൻ്റെ വിസ്താരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഒരേ ഒരു ശുദ്ധജല തടാകം. 3 വശവും ഉയർന്ന കുന്നുകളുള്ള ഈ കായലിൻ്റെ ഒരു വശത്ത് മൺചിറയാണുള്ളത്. അപ്പോൾ 1.44 ചതുരശ്ര മൈൽ വിസ്തൃതിയുണ്ട് ഈ ഒരു ശുദ്ധജല തടാകത്തിന്. ഇതിൻ്റെ തീരത്ത് ശ്രീരാമൻ പ്രതിഷ്ഠിച്ചെന്ന ഐതിഹ്യമുള്ള വിസ്തൃതമായിട്ടുള്ള ഒരു ശാസ്താ ക്ഷേത്രമുണ്ട്. കായലുകളിൽ ചില സ്ഥലങ്ങളിൽ അഴികൾ മുഖേന സമുദ്രവുമായിട്ട് ചേരുന്നുണ്ട്. അഴീക്കൽ അഥവാ വളപട്ടണം, അതുപോലെ ചേറ്റുവ, കൊടുങ്ങല്ലൂർ, കൊച്ചി, നീണ്ടകര എന്നിവയാണ് കേരളത്തിലെ അഴികൾ എന്ന് പറയുന്നത്. ഇനി കാലാവസ്ഥയെക്കുറിച്ച് നോക്കാം. കേരളത്തിൻ്റെ കാലാവസ്ഥയും ചരിത്രത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രകൃതി സവിശേഷതകളിൽ കാണുന്ന വൈവിധ്യം കാലാവസ്ഥയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഹൈറേഞ്ചിലെ കാലാവസ്ഥ ആണ്ടിലുടനീളം തണുപ്പാർന്ന ഉന്മേഷകരമായ കാലാവസ്ഥയാണ്. എന്നാൽ സമതലങ്ങളിൽ ചൂടും നീരാവിയും ഉള്ളതാണ്. ശരാശരി താപനില 90 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെങ്കിലും ഗ്രീഷ്മകാലത്ത് സമതലങ്ങളിൽ കഠിനമായിട്ടുള്ള ചൂടാണുള്ളത്. സംസ്ഥാനത്ത് ആണ്ടിൽ ആകെ കൂടിയുള്ള വർഷപാതത്തിൻ്റെ ശരാശരി നീല വളരെ കൂടുതലാണ്. അത് 96 ഇഞ്ചിന് അടുത്ത് വരെ ചെല്ലുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്നും മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേത് മെയ് ഒടുക്കുമോ ജൂൺ തുടക്കത്തിലോ ആരംഭിച്ച് സെപ്റ്റംബറിൽ അവസാനിക്കുന്നു. എന്നാൽ രണ്ടാമത്തേത്, അതായത് വടക്ക് കിഴക്കൻ മൺസൂൺ, ഒക്ടോബറിൽ തുടങ്ങിയ ഡിസംബർ അവസാനം വരെ നീണ്ടു നിൽക്കുന്നു. അപ്പോൾ ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. അവിടെ 200 ഇഞ്ചിലധികം മഴ പെയ്യുന്നുണ്ട്.
AD 45 ഈജിപ്ഷ്യൻ നാവികനായ ഹിപ്പാലസ് ചരിത്രത്തിൽ ഒരു പുതിയ യുഗം സൃഷ്ടിച്ചുകൊണ്ട് തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ ഗതി കണ്ടുപിടിച്ചു. AD 45 ഈജിപ്ഷ്യൻ നാവികനായ ഹിപ്പാലസ് ചരിത്രത്തിൽ ഒരു പുതിയ യുഗം സൃഷ്ടിച്ചുകൊണ്ട് തെക്കു പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ചതാണ് പേർഷ്യൻ ഉൾക്കടലിൽ നിന്ന് മുസ്രീസിലേക്ക് നേരിട്ടുള്ള സമുദ്ര സഞ്ചാരം സാധ്യമാക്കിയത് എന്ന കാര്യം നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. അതായത് AD 45 ഈജിപ്ഷ്യൻ നാവികനായ ഹിപ്പാലസ് ചരിത്രത്തിൽ ഒരു പുതിയ യുഗം സൃഷ്ടിച്ചു. അതായത് തെക്കു പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ചു. ഇതിലൂടെയാണ് പേർഷ്യൻ ഉൾക്കടലിൽ നിന്ന് മുസ്ലിസിലേക്ക് നേരിട്ടുള്ള സമുദ്ര സഞ്ചാരം സാധ്യമായിട്ടുള്ളത്. അപ്പൊ കാലാവസ്ഥാ ഘടകങ്ങളാൽ നിയന്ത്രിതമായിരുന്നു കേരളത്തിലെ സൈനിക നീക്കങ്ങൾ. മഴക്കാലം ആരംഭിക്കുമ്പോൾ ശത്രുത താൽക്കാലികമായിട്ട് ഇല്ലാതെയാവും. മഴ മാറുന്നതോടുകൂടി ഏറ്റുമുട്ടലുകൾ വീണ്ടും തുടങ്ങുകയും ചെയ്യും. നദികളിലെ വെള്ളപ്പൊക്കങ്ങളും സൈനിക പ്രവർത്തനങ്ങൾക്ക് വിഘാതമാകാറുണ്ടായിരുന്നു, തടസ്സമാകാറുണ്ടായിരുന്നു. മഴക്കാലത്ത് പെരിയാറ്റിലുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ഫലമായിട്ട് ടിപ്പുവിന് തിരികെ പോകേണ്ടി വന്ന കഥ നമ്മൾ മുമ്പ് ചാപ്റ്റേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മഴക്കാലം ആകുമ്പോൾ ശത്രുതകളൊക്കെ മാറും. മഴ മാറുന്നതോടുകൂടി ഏറ്റുമുട്ടലുകൾ വീണ്ടും തുടങ്ങുകയും ചെയ്യും. ഇനി നമുക്ക് പക്ഷി മൃഗാദികളെയും കുറിച്ചും സസ്യലതാദികളെ കുറിച്ചും ഒക്കെ പറയാം കേരളത്തിലെ. അപ്പോൾ കാലാവസ്ഥയിലും ഋതുക്കളിലുമുള്ള വ്യത്യാസത്തിനനുസരിച്ച് സസ്യങ്ങളിലും കാർഷിക വികാസത്തിലും വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് അല്ലേ. അപ്പോൾ പക്ഷി മൃഗാദികളുടെയും വൃക്ഷലതാദികളുടെയും ധാതു നിക്ഷേപങ്ങളുടെയും കാര്യത്തിൽ കേരളം സമൃദ്ധമാണ്. വിവിധങ്ങളായ മൃഗങ്ങളും പക്ഷികളും നിറഞ്ഞവയാണ് കേരളത്തിലെ വനങ്ങൾ. വിദൂര രാജ്യങ്ങളിലേക്കുള്ള പ്രാചീന കേരളത്തിന്റെ കയറ്റുമതികളിൽ ആനകൾക്കും മയിലുകൾക്കും കുരങ്ങുകൾക്കും പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദന്തവും വിലപ്പെട്ട കയറ്റുമതി ചരക്കായിരുന്നു ആനക്കൊമ്പ്. കേരളത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ പണ്ടേ തന്നെ വിദേശീയരെ ആകർഷിച്ച ഘടകങ്ങളാണ്. കുരുമുളക്, ഏലം, കറുവപ്പട്ട, ചുക്ക് മുതലായവ പ്രാചീന കേരളം ഏഷ്യയിലെയും യൂറോപ്പിലെയും രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നും അവ വമ്പിച്ച വിദേശ നാണയം സമ്പാദിക്കുന്നവയായിരുന്നു. കേരളത്തിലെ കുരുമുളകിന് ഉണ്ടായിരുന്ന പ്രിയമാണ് പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഫ്രഞ്ചുകാര്, ഇംഗ്ലീഷുകാര് തുടങ്ങിയ യൂറോപ്യൻ ശക്തികളെ ആധുനിക കാലത്ത് കേരളത്തിലേക്ക് ആകർഷിച്ചതും ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ അവരെ പ്രേരിപ്പിച്ചതും. അപ്പോൾ അസുലഭമായ ചിലതരം തടികൾ കേരളത്തിലെ വനങ്ങളിൽ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. വിദേശ വിപണികളിൽ അവയ്ക്ക് വലിയ പ്രിയം ഉണ്ടായിട്ടുണ്ട്. ക്രിസ്തുവർഷ ആരംഭത്തിൽ അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ തേക്കും തടി വിദേശങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് ഊർ നഗരത്തിന്റെ നഷ്ടാവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുത്ത തേക്കും തടി ഇതിന് തെളിവാണ്. ഊർ എന്ന് പറഞ്ഞാൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ ഒരു നഗരം ആണ് ഇത്, ഊർ നഗരം. ഇവിടുന്ന് തേക്കുംതടിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ട്രഫാൽഗർ യുദ്ധത്തിൽ പങ്കെടുക്കുകയും നാൻസിന് വിജയം നേടിക്കൊടുക്കുകയും ചെയ്ത കപ്പലുകൾ നിർമ്മിച്ചത് കേരളീയ വനങ്ങളിലെ ഒന്നാന്തരം തേക്കുംതടികൾ ഉപയോഗിച്ചായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം പഴയ കാലം തന്നെ തേക്കുംതടികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കേരളം ധാതു നിക്ഷേപത്തിലും സമ്പന്നമാണ്. BC 4-ാം ശതകത്തിൽ എഴുതപ്പെട്ട കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തില് ഭാരതത്തിലെ മുത്ത് വിളയുന്ന സ്ഥലങ്ങളിലൊന്നായിട്ട് ചൂർണി അഥവാ പെരിയാറിനെ കുറിച്ച് പറയുന്നുണ്ട്. പുരാതന റോമക്കാര് സ്വർണം പകരം കൊടുത്ത് കേരളത്തിൽ നിന്ന് മുത്തുകളും രത്നങ്ങളും വാങ്ങിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല സമൃദ്ധമായ ഇൽമനൈറ്റ് നിക്ഷേപമുള്ള കടൽ തീരം കേരളത്തിലുണ്ട് എന്നുള്ളത് കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ പക്ഷി മൃഗാദികളെ കുറിച്ചും സസ്യങ്ങളെ കുറിച്ചും കേരളത്തിന്റെ ധാതു നിക്ഷേപങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് പറയാനുള്ളത്. ഇനി പരശുരാമ കഥയാണ്. കേരളോൽപ്പത്തിയെക്കുറിച്ച പരശുരാമ കഥയെ നിരൂപണ ദൃഷ്ട്യാ പരിശോധിക്കുക പ്രാചീന കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് ചില അടിസ്ഥാന വസ്തുക്കൾ മനസ്സിലാക്കാൻ സഹായകമായിരിക്കും. ഈ കഥയനുസരിച്ച് വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ അറേബ്യൻ കടലിൽ നൽകിയ പാരിതോഷികമാണ് ഇത് കേരളം എന്ന് പറഞ്ഞാൽ. ഈ കേരളോൽപ്പത്തിയെ സംബന്ധിച്ച പരശുരാമ കഥയെ നിരൂപണ ദൃഷ്ട്യാ പരിശോധിക്കുന്നതിലൂടെ പ്രാചീന കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ കഥയനുസരിച്ച് വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ അറേബ്യൻ കടലിന് നൽകിയ പാരിതോഷികമാണ് കേരളം. പരശുരാമൻ തന്നെ ആയുധമായ പരശു ഗോകർണത്തിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് അല്ലെങ്കിൽ കന്യാകുമാരിയിൽ നിന്ന് ഗോകർണത്തിലേക്ക് രണ്ട് രീതിയിലുള്ള അഭിപ്രായമുണ്ട്. അപ്പൊ ഇത് കടലിന് മീതെ എറിഞ്ഞെന്നും അത് ചെന്ന് വീണ ഭാഗം വരെയുള്ള കടല് പിൻവാങ്ങി എന്നുള്ള ഒരു ഐതിഹ്യമുണ്ട്. അപ്പൊ അങ്ങനെയുണ്ടായ ഭൂവിഭാഗമാണ് ഭാർഗവ ക്ഷേത്രമെന്നും പരശുരാമ ക്ഷേത്രമെന്നും വിളിക്കപ്പെടുന്ന കേരളം. അപ്പൊ ഈ ഐതിഹ്യത്തിന് ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയോ അടിസ്ഥാനമോ ഒന്നുമില്ല. പരശുരാമൻ തന്നെ പരശുരാമൻ എന്നുള്ളത് തന്നെ ഒരു പുരാണ സങ്കല്പ കഥാപാത്രമാണ്. അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തില് ബ്രാഹ്മണാധിപത്യ സിദ്ധാന്തത്തിന് പ്രചാരം നൽകാൻ വേണ്ടി തൽപര കക്ഷികളെ ചമച്ചതാണ് ഈ കഥ എന്നുള്ള ഒരു ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കാളിദാസന്റെ രഘുവംശത്തിലും
രാജേന്ദ്ര ചോളന്റെ തിരുവലങ്ങാട് ശാസനങ്ങളിലും ഈ ഐതിഹ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ കഥ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കുകയും ഒടുവിൽ കേരളോൽപ്പത്തി എന്ന മലയാള കൃതിയിൽ അതിന് സ്ഥിരപ്രതിഷ്ഠ നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ചരിത്രരേഖ എന്ന നിലയിൽ തികച്ചും സന്ദേഹാസ്പദമായ കേരളോൽപ്പത്തി 18-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിലോ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്നത്, നമുക്ക് ഓർക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, ഈ പരശുരാമ കഥ ഇതൊരു സാങ്കല്പിക കഥയാണ്. ഈ കഥയെക്കുറിച്ച് പറയുന്ന 2 പുസ്തകത്തിൻ്റെ പേരുകൾ നമ്മൾ പറഞ്ഞു. കാളിദാസൻ്റെ രഘുവംശം, അതുപോലെ തന്നെ രാജേന്ദ്ര ചോളൻ്റെ തിരുവലങ്ങാട് ശാസനം. ഈ 2 ശാസനങ്ങളിലും ഈ ഐതിഹ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി പരശുരാമ കഥയുടെ വിശ്വാസ്യത എങ്ങനെയായാലും പ്രാചീന കേരളത്തെ സംബന്ധിച്ച ഭൂമിശാസ്ത്രപരവും ഭൂഗർഭശാസ്ത്രപരവുമായിട്ടുള്ള ചില വസ്തുതകൾ അതിൽ പറയുന്നുണ്ട്. സർദാർ KM പണിക്കർ ചൂണ്ടിക്കാണിക്കുന്നു, ഭൂമിശാസ്ത്രം, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ സ്ഥായിയും അചഞ്ചലവുമായിട്ടുള്ള ഘടകമാണെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഏത് കാലത്തും ഒരുപോലെ നിലനിൽക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അതിപുരാതന കാലത്തെ കേരള ഭൂമിയുടെ നല്ലൊരു ഭാഗം കടലിനടിയിലായിരുന്നു എന്നാണ് പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായം. ഒരു കാലത്ത് അറബിക്കടല് സഹ്യന്റെ അടിവാരത്തോളം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ തീരദേശം അതിവിദൂര ഭൂതകാലത്തിൽ കടലിനടിയിലായിരുന്നതായിട്ട് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങിങ്ങ് മണൽ പൊന്തകളും ചെളിവരമ്പുകളുമുള്ള വിശാലമായ ശാദ്വല പ്രദേശമെങ്കിലും ആയിരുന്നു ആ ഭാഗം. അപ്പോൾ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള വാഴപ്പള്ളിയിൽ കക്കയുടെയും ശംഖിൻ്റെയും മറ്റും പുറന്തോടുള്ള പുറന്തോടുകളുടെ അട്ടികൾ ഉൾപ്പെടെ സമുദ്രജീവികളുടെ അവശിഷ്ടം കാണപ്പെടുന്നത് തന്നെ ആ പ്രദേശം ഒരു കാലത്ത് കടലിനടിയിലായിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം ചങ്ങനാശ്ശേരിക്കടുത്തുള്ള വാഴപ്പള്ളിയിലെ കക്കയുടെയും ശംഖിൻ്റെയും മറ്റും പുറന്തോടുകളുടെ അട്ടികൾ കാണപ്പെടുന്നുണ്ട്, സമുദ്രജീവികളുടെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശം ഒരു കാലത്ത് കടലിനടിയിലായിരുന്നു എന്നതിന് മതിയായ തെളിവാണിത്. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചോ ഭൂകമ്പം നിമിത്തമോ ആയിരിക്കണം ഈ ഭൂഭാഗം സമുദ്രത്തിൽ നിന്ന് പൊന്തി വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം സഹ്യപർവ്വതത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട എണ്ണമറ്റ നദികൾ അവയുടെ ഗതിയിൽ ധാരാളം മണ്ണും ചെളിയും സമുദ്രതീരത്തെത്തിക്കുകയും സമുദ്രപ്രവാഹങ്ങൾ കരയ്ക്ക് വമ്പിച്ച തോതിൽ മണലടിച്ച് കയറ്റുകയും ചെയ്തിട്ടുണ്ടെന്ന് ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അപ്പോൾ കേരള ഭൂമിയുടെ നല്ലൊരു അംശം ഇങ്ങനെ ചെളിയും മണലും അടിഞ്ഞ് ഉണ്ടായതായിരിക്കണം. കേരളോൽപ്പത്തിയെക്കുറിച്ചുള്ള പരശുരാമ കഥ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഈ സത്യത്തെ എല്ലാം വ്യക്തമാക്കുന്നതായിരുന്നു. ഒരു കാലത്ത് കേരളം, പഴയ കാലത്തുണ്ടായിരുന്ന കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രകൃതിയല്ല ഇന്നുള്ളതെന്നും കുറേ ഭാഗം ഇപ്പോൾ കടലിനടിയിലാണ് ഉള്ളതെന്നും ചില ഭാഗങ്ങൾ കടലിൽ നിന്ന് പൊങ്ങി വന്നതാണെന്നും ഒക്കെയുള്ള, അതായത് അതിനുള്ള തെളിവായിട്ട് സമുദ്രജീവികളുടെ അവശിഷ്ടങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ചങ്ങനാശ്ശേരി ഭാഗം അങ്ങനെയുള്ള വാഴപ്പള്ളിയിൽ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള വാഴപ്പള്ളി ഭാഗത്തു നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കടലിൽ നിന്ന് പൊങ്ങി വന്നതിൻ്റെ തെളിവുകളുണ്ട്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കേരളത്തിൻ്റെ പ്രത്യേകത പഴയതിൽ നിന്നും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളോൽപ്പത്തിയെക്കുറിച്ചുള്ള പരശുരാമ കഥ കുറച്ചൊക്കെ സത്യമാണ് എന്നുള്ള രീതിയിലും പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇനി കേരളം, മലബാർ എന്നീ പേരുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് നോക്കാം. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഭൂമിശാസ്ത്ര ഘടകങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഈ പഠനത്തിൽ കേരളം, മലബാർ എന്നീ പേരുകളുടെ ഉത്ഭവത്തെ സംബന്ധിച്ച ചില സിദ്ധാന്തങ്ങൾ ചിന്താ വിഷയമായിട്ടുണ്ട്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ സഹ്യപർവ്വതത്തിനും അറബിക്കടലിനും ഇടയിൽ കിടക്കുന്ന പ്രദേശം കേരളം എന്ന പേരിലാണ് സംസ്കൃത സാഹിത്യത്തിൽ പണ്ടേ അറിയപ്പെടുന്നത്. അപ്പോൾ കേരളത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന പ്രാചീന ഗ്രന്ഥകാരന്മാരെല്ലാം കേരളം, ചേരം എന്നീ പേരുകൾ മിക്കവാറും പര്യായ പദങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചില പണ്ഡിതന്മാർ കേരളം എന്ന ദേശത്തെ തെങ്ങ് എന്നർത്ഥം വരുന്ന കേരം എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. തെങ്ങുകൾ ഈ നാടിൻ്റെ പ്രത്യേകതയാണല്ലോ. പക്ഷേ ഈ ഒരു അഭിപ്രായം എല്ലാവരും തന്നെ അംഗീകരിക്കുന്നില്ല. കേരം എന്നത് ചേരത്തിൻ്റെ കർണാടക ഉച്ചാരണമാണെന്ന് അഭിപ്രായപ്പെടുന്ന ഡോക്ടർ ഗുണ്ടർട്ട് ഗോകർണത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള രാജ്യത്തിന് ആദ്യമുണ്ടായിരുന്ന ചേരം എന്ന പദം പിന്നീട് കേരളം എന്ന് മാറിയതാണെന്ന് അവർ സിദ്ധാന്തിക്കുന്നുണ്ട്. തമിഴിലെ ചാരൽ എന്ന പദത്തിൻ്റെ അർത്ഥം മലഞ്ചെരിവ് എന്നാണ്. അപ്പം ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ ചാരൽ ഉച്ചാരണ ഭേദം വന്ന് ചേരൽ എന്ന് മാറുകയും അത് കേരളത്തിൻ്റെ അഥവാ ചേരനാട്ടിൻ്റെ പേരായിട്ട് മാറുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്.
അപ്പോൾ കേരളത്തിൻ്റെ പേരിന് അടിസ്ഥാനമായി അതിലെ മലകളുടെ ആധിക്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ സിദ്ധാന്തം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കേരളം എന്ന പദം ദക്ഷിണേന്ത്യയിലെ സഹ്യപർവ്വതത്തിനും അറബിക്കടലിനും ഇടയിൽ ഉള്ള പ്രദേശത്തിന് സംസ്കൃത സാഹിത്യത്തിൽ പറയുന്ന പേരാണ്. കേരളത്തെ സൂചിപ്പിക്കുന്ന പ്രാചീന ഗ്രന്ഥകാരന്മാരെല്ലാം കേരളം, ചേരം എന്നീ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ തെങ്ങുകൾ നിറഞ്ഞ പ്രദേശം അഥവാ കേരവൃക്ഷങ്ങളുള്ള പ്രദേശമായതുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാവരും തന്നെ അംഗീകരിക്കുന്നില്ല. എന്നാൽ കേരം എന്നത് ചേരത്തിൻ്റെ കർണാടകോച്ചാരണമാണെന്നാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് പറയുന്നത്. ഗോകർണത്തിനും കന്യാകുമാരിക്കും ഇടയ്ക്കുള്ള രാജ്യത്തിന് ആദ്യമുണ്ടായിരുന്ന ചേരം എന്ന പേര് പിന്നീട് കേരളം എന്ന് മാറിയതാണെന്ന് അവർ പറയുന്നുണ്ട്. തമിഴിലെ ചാരൽ എന്ന പദത്തിൻ്റെ അർത്ഥം മലഞ്ചെരിവെന്നാണ്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ ചാരൽ ഉച്ചാരണ ഭേദം വന്ന് ചേരൽ എന്ന് മാറുകയും അത് കേരളത്തിൻ്റെ അഥവാ ചേരനാടിൻ്റെ പേരായി തീരുകയും ചെയ്തു. കേരളത്തിൻ്റെ പേരിന് അടിസ്ഥാനമായി അതിലെ മലകളുടെ ആധിക്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ സിദ്ധാന്തം. അപ്പോൾ കേരളത്തിൻ്റെ പേരിൻ്റെ അടിസ്ഥാനമായിട്ട് അതിലെ മലകളുടെ ആധിക്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ ഒരു സിദ്ധാന്തം. ഏതായാലും ചേരം അഥവാ കേരളം എന്ന പേരിൻ്റെ ഉത്ഭവം ചാരലിൽ നിന്നാണെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ പ്രാചീന കൃതികളിൽ ഈ രാജ്യത്തെ ചേരനാട് എന്നും ഇവിടുത്തെ രാജാവിനെ ചേരൻ അല്ലെങ്കിൽ ചേരൽ എന്നും പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ചാരൽ എന്ന് സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ ചേർ അഥവാ ചെളി, അളം അഥവാ സ്ഥലം എന്ന രണ്ട് ശബ്ദങ്ങൾ ചേർന്നാണ് ചേരളം അഥവാ കേരളം എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അതായത് ചതുപ്പ് സ്ഥലം എന്ന അർത്ഥത്തിൽ. കേരളം എന്നത് ചേർ, അളം എന്നീ രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായതാണെന്ന് അവർ വ്യാഖ്യാനിക്കുന്നു. ചേർ അഥവാ ചേർന്ത എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ ചേരള പദത്തിന് കൂടിച്ചേർന്ന ഭൂഭാഗം, അതായത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പർവ്വത പ്രദേശത്തോട് പിന്നീട് കൂടിച്ചേർന്ന ഭൂഭാഗം എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ചേരളം എന്ന പദം കാലക്രമേണ സംസ്കൃതത്തിൻ്റെ പ്രേരണയാൽ കേരളം എന്ന് മാറിയതാവാം. കടൽ മാറി കരയോട് പുതുതായി ചേർന്ന സ്ഥലം എന്ന അർത്ഥത്തിലുള്ള ഈ ഒരു അഭിപ്രായം പരശുരാമ കഥയുടെ ഭൂമിശാസ്ത്രപരമായ വ്യാഖ്യാനത്തെ പിന്താങ്ങുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് പ്രാചീന കൃതികളിൽ ഈ രാജ്യത്തെ ചേരനാട് എന്നും ഇവിടുത്തെ രാജാവിനെ ചേരൻ അല്ലെങ്കിൽ ചേരൽ എന്നും പരാമർശിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ചാരൽ എന്ന് പറയുന്നില്ല. ചേറ് അഥവാ ചെളി, അളം അഥവാ സ്ഥലം, ഈ രണ്ട് പദങ്ങൾ ചേർന്നാണ് ചേരളം എന്ന പദം ഉണ്ടായതെന്നും അതിനർത്ഥം ചതുപ്പ് സ്ഥലമാണെന്നും മറ്റൊരു അഭിപ്രായം പറയുന്നുണ്ട്. അപ്പം ചേരളം എന്നത് ചേർ, അളം എന്നീ പദങ്ങൾ ചേർന്നുണ്ടായതാണെന്ന ഒരു സിദ്ധാന്തം പറയുന്നതോടൊപ്പം തന്നെ ചേർ അഥവാ ചേർന്ത എന്നതിന് കൂടിച്ചേർന്നതെന്ന ഒരു അർത്ഥമുണ്ട്. അപ്പോൾ ചേരള എന്ന പദത്തിന് കൂടിച്ചേർന്ന ഭൂഭാഗം അഥവാ നേരത്തെ ഉണ്ടായിരുന്ന പർവ്വത പ്രദേശത്തോട് പിന്നീട് കൂടിച്ചേർത്ത ഭൂഭാഗം എന്ന അർത്ഥം പറയാൻ പറ്റും. ചേരളം എന്ന പദം കാലക്രമേണ സംസ്കൃതത്തിൻ്റെ പ്രേരണയാൽ കേരളം എന്ന് മാറിയതാവാം. കടൽ മാറി കരയോട് പുതുതായി ചേർന്ന സ്ഥലം എന്ന അർത്ഥത്തിലുള്ള ഈ ഒരു അഭിപ്രായം പരശുരാമ കഥയുടെ ഭൂമിശാസ്ത്രപരമായ വ്യാഖ്യാനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം മലബാർ എന്ന പേരിലും കേരളം അറിയപ്പെടുന്നുണ്ട്. കോസ്മോസ് ഇൻഡിഗോസ് പ്ലൂസസിൻ്റെ കാലം തൊട്ടു തന്നെ, അതായത് AD 6-ാം ശതകം തൊട്ടു തന്നെ കേരളത്തെ മലേ എന്ന അറബി നാവികന്മാർ വിളിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. ഈ രാജ്യത്തെ മലബാർ എന്ന് വിളിച്ച ആദ്യത്തെ ലേഖകന് അൽബറൂണിയാണ്. AD 973 to 1048 ആയിരിക്കണം ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ. അറബി ലേഖകന്മാർ മലീബാർ, മനീബാർ, മുലീബാർ, മുനീബാർ എന്നിങ്ങനെ പല രീതിയിൽ ഈ നാടിനെ വിളിച്ചിട്ടുണ്ട്. മലകളുടെ നാട് എന്ന അർത്ഥമുള്ള മലനാട് എന്ന വാക്കിനെ അനുസ്മരിപ്പിക്കുന്നതാണ് മലബാർ എന്ന പദം. അപ്പോൾ ലോകന്റെ അഭിപ്രായത്തിൽ മലബാർ എന്ന പേരിൻ്റെ ഉൽപ്പത്തി അർദ്ധവൈദേശികമാണ്. മല, ബാർ എന്നീ രണ്ട് ശബ്ദങ്ങൾ ചേർന്നുണ്ടായ മലബാർ എന്ന പേരിലെ ബാർ എന്നത് രാജ്യം എന്ന അർത്ഥം വരുന്ന ബാർ എന്ന പേർഷ്യൻ ശബ്ദമോ ഭൂഖണ്ഡം എന്ന അർത്ഥം വരുന്ന ബാർ എന്ന അറബി ശബ്ദമോ ആണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ മലബാർ എന്ന പേരിൻ്റെ ഉൽപ്പത്തി തീർത്തും അർദ്ധവൈദേശികമാവണമെന്നില്ല എന്ന് മറ്റു ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. മധ്യകാല തമിഴിലും പ്രാചീന മലയാളത്തിലും മലനാട് എന്നറിയപ്പെട്ടിരുന്നു കേരളം. അതേ അർത്ഥത്തിലുള്ള മലബാരം എന്നതിൻ്റെ രൂപാന്തരമായി കൂടുന്നുമില്ല മലബാർ. ഇതിൻ്റെ ഉൽപ്പത്തി അർദ്ധവൈദേശികമായാലും ദേശീയമായാലും രാജ്യത്തിൻ്റെ പർവ്വത പ്രകൃതിയിൽ നിന്നാണ് ഈ പേരുണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്.
അപ്പോൾ നമ്മൾ മലബാർ എന്ന പദത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കോസ്മോസ് ഇൻഡിഗോസ് പ്രോസസിൻ്റെ കാലം തൊട്ട് തന്നെ AD 6-ാം ശതകം തൊട്ട് തന്നെ മലൈ എന്ന അറബി നാവികന്മാർ വിളിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രാജ്യത്തെ മലബാർ എന്ന് വിളിച്ച ആദ്യത്തെ ലേഖൻ അൽബ്രൂണിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. AD 973 to 1048 കാലഘട്ടത്തിലാണ് അദ്ദേഹം വരുന്നത്. അറബി ലേഖകന്മാർ മലീബാർ, മനീബാർ, മുനീബാർ, മുലീബാർ എന്ന പേരിലൊക്കെ വിളിക്കുന്നുണ്ട്. മലകളുടെ നാട് എന്നർത്ഥമുള്ള മലനാട് എന്ന വാക്കിനെ അനുസ്മരിക്കുന്നതാണ് മലബാർ എന്ന പദം. ഇതിൽ ലോകം പറയുന്നത് ഒരു അർദ്ധവൈദേശികമായ പദമാണ്. മല എന്ന മലയാള പദവും ബാർ രാജ്യം എന്ന അർത്ഥം വരുന്ന ബാർ എന്ന പേർഷ്യൻ പദവും ഭൂഖണ്ഡം എന്ന അർത്ഥം വരുന്ന ബാർ എന്ന അറബി പദവും, ഈ രണ്ട് പദവും കൂടി ചേർന്നിട്ടാണ് മലബാർ എന്ന പദം ഉണ്ടായതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. മധ്യകാല തമിഴിലും പ്രാചീന മലയാളത്തിലും മലനാട് എന്നറിയപ്പെടുന്നു കേരളം. അതേ അർത്ഥത്തിലുള്ള മലബാരം എന്ന പദത്തിന്റെ രൂപാന്തരമായിരിക്കാം മലബാർ എന്ന പദം. അപ്പൊ ഇതിന്റെ ഉൽപ്പത്തി എന്നുള്ളത് അർദ്ധവൈദേശികമായാലും തദ്ദേശീയമായാലും രാജ്യത്തിന്റെ പർവ്വത പ്രകൃതിക്ക് അനുസൃതമായിട്ടുള്ള പേര് തന്നെയാണ് മലബാർ എന്ന പേര്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.